സ്വന്തം നേതാക്കന്മാർ എഴുതിത്തന്ന വാദത്തിൽ വാദപ്രതിവാദം നടത്താൻ ധൈര്യമില്ലാത്ത ആളാണ് എന്നെ വാദപ്രതിവാദത്തിൽ വെല്ലുവിളിക്കുന്നത്. 10,000 കുതിരശക്തിയോടെ വെല്ലുവിളിക്കുന്നു. ഈ വിഷയത്തിൽ വാദപ്രതിവാദത്തിലുണ്ടോ? നിങ്ങൾ ഇവിടെ എഴുതിയ വ്യവസ്ഥയിൽ വാദപ്രതിവാദത്തിലുണ്ടോ? നിങ്ങൾ 1000 കുതിരശക്തിയല്ലേ, 10,000 അങ്ങനെ എനിക്ക് ലക്ഷം പറഞ്ഞൂടെ? അപ്പൊ അതൊന്നും വലിയ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട അവസ്ഥ, അതൊക്കെ നമുക്കും പറയാൻ കഴിയുന്ന കാര്യമാണ്, അങ്ങനൊന്നും പറയണ്ട. അപ്പൊ ഏതായിരുന്നാലും സ്വന്തം നേതാക്കന്മാർ എഴുതി തന്ന വിഷയത്തിൽ വാദപ്രതിവാദത്തിലില്ല. ഇനി ഒരു വിഷയം ഉണ്ടാക്കി ആ വിഷയത്തിൽ തർക്കം തീർത്തിട്ട് വാദപ്രതിവാദത്തിന് വരാം എന്ന നിലയിലാണ് ഇപ്പോഴുള്ളത്. നിലവിൽ ഇവിടെ ISM-ഉം SSF-ഉം തമ്മിൽ എഴുതി തന്ന വിഷയം, ആ വിഷയത്തിൽ വാദം എഴുതി വെച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ വാദപ്രതിവാദം നടത്താനാണ് പറയുന്നത്. ഇനിയിപ്പോ വേറെ ആഫ്രിക്കയിൽ നിന്ന് മരുന്ന് കൊണ്ടുവരണേ, അല്ലെങ്കിൽ ജർമ്മനിയിൽ നിന്ന് മരുന്ന് കൊണ്ടുവരണേ ഇതിനെ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണോ? അങ്ങനെ വാദപ്രതിവാദം. കുറച്ച് കഴിയുമ്പോൾ ഇവിടുന്ന് പിന്നെ ഹിമാലയത്തിൽ നിന്ന് മരുന്ന് കൊണ്ടുവരണേ മലക്കെ എന്ന് പറയുന്നത് ശിർക്കാണോ? പിന്നെ വളവിന്റെ എണ്ണം കുറച്ചിട്ട് ചോദ്യം കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വാദിക്കുന്നത് ഏകനായ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാണ്. ഏകനായ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാണ് ഞങ്ങളുടെ വാദം. നമ്മെ സൃഷ്ടിച്ച റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാണ് നമ്മുടെ വാദം. അതിനെ ദുർവ്യാഖ്യാനിച്ച് അതുകൊണ്ട് ഉപജീവനം കഴിക്കുന്നവരാണ് നിങ്ങൾ. അള്ളയല്ലാത്തോട് പ്രാർത്ഥിച്ച് അതുവഴി ജീവിക്കുന്നവരാണ് നിങ്ങൾ. ആ വാദം സ്വീകരിച്ചുകൊണ്ട് അത് ഉപജീവനമാക്കി ആക്കിയവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏകനായ റബ്ബിനു പുറമെ അചേതനവും സചേതനവുമായ ജിന്നാകട്ടെ, മലക്കാകട്ടെ, മരമാകട്ടെ, കല്ലാകട്ടെ, എന്താകട്ടെ, അവയോടൊന്നും പ്രാർത്ഥിക്കാൻ പാടില്ല. ഒരു വിശ്വാസി അല്ലാഹുമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്റെ പ്രാർത്ഥന ആരംഭിക്കേണ്ടത്. അല്ലാതെ യാ ശൈഖ് എന്ന് പറഞ്ഞുകൊണ്ടല്ല, യാ ശൈഖ് മുഹീദ്ദീൻ എന്ന് പറഞ്ഞുകൊണ്ടല്ല, യാ റിഫായി എന്ന് വിളിച്ചുകൊണ്ടല്ല, യാ ജിൻ എന്ന് പറഞ്ഞുകൊണ്ടല്ല, യാ മലക്ക് എന്ന് പറഞ്ഞുകൊണ്ടല്ല. അല്ലാഹുമ്മ, അല്ലാഹുവേ, റബ്ബനാ, രക്ഷിതാവേ, റബ്ബി, എന്റെ റബ്ബേ, ഇത് പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ തുണ്ടവും മുണ്ടവുമായി കൊണ്ടുവരുന്ന തെളിവുകൾ ഉദ്ധരിച്ച് അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗം ആളുകൾ വളർത്തിയെടുക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ഈ സമൂഹത്തെ കൊണ്ട് ശിർക്ക് ചെയ്യിക്കാനാണ് നിങ്ങൾ പരിശ്രമിക്കുന്നത്. അതിനുവേണ്ടിയാണ് നിങ്ങളുടെ വാദപ്രതിവാദം, അതിനുവേണ്ടിയാണ് നിങ്ങളുടെ അധ്വാനം. ഈ വലാലത്തിൽ ഒരിക്കലും കൂട്ടുനിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇവിടെ ഞങ്ങളുടെ വാദം കൃത്യമാണ്. ആ വാദം എഴുതി വെച്ചത് ഞങ്ങൾ വാദപ്രതിവാദത്തിന് സമർത്ഥിക്കാനും തയ്യാറാണ്. നിങ്ങൾ ഇതുവരെയും അതിന് തയ്യാറായിട്ടില്ല. നിങ്ങളതിന് തയ്യാറായിട്ടില്ല. വീണ്ടും പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ആളുകളെ കൊഴിച്ചു കൊണ്ടുപോവുക, അല്ലെങ്കിൽ മാറ്റിക്കൊണ്ടു പോവുക, ശ്രദ്ധ തിരിച്ചു കൊണ്ടുപോവുക, നിങ്ങളുടെ അണികളെ തന്നെയും തെറ്റിദ്ധരിപ്പിക്കുക. മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ്, മലക്കിനോട് പ്രാർത്ഥിക്കുന്നവരാണെന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ തന്നെ ഞങ്ങൾക്ക് സമയം തികയുന്നില്ല. പിന്നല്ലേ ജിന്നിനോട് പ്രാർത്ഥിക്കൽ? റബ്ബിനോട് പ്രാർത്ഥിച്ച് തന്നെ ഞങ്ങൾക്ക് സമയം പോരാ. പിന്നല്ലേ ഞങ്ങൾ ജിന്നിനോട് പ്രാർത്ഥിക്കാൻ നിൽക്കുന്നത്, മലക്കിനോട് പ്രാർത്ഥിക്കാൻ നിൽക്കുന്നത്? അതുകൊണ്ട് തന്നെ ഏകനായ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് വാദിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. അത് സമർത്ഥിക്കാനാണ് നിങ്ങളുമായി വാദപ്രതിവാദം നടത്തുന്നത്. അത് ഞങ്ങൾ തെളിയിക്കും. അതിന് ഞങ്ങൾക്ക് ശക്തിയുണ്ട്, ഞങ്ങൾക്ക് കഴിവുണ്ട്. ഇനി ഇവിടെ നിങ്ങളുടെ നേതാക്കന്മാർ എഴുതി വെച്ച ഈ വാദം, ആ വാദത്തിൽ നിങ്ങൾ വാദപ്രതിവാദത്തിനില്ലെങ്കിൽ അത് പറഞ്ഞോളൂ. ആ വാദപ്രതിവാദത്തിന് ഉണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ. ഉണ്ട് എങ്കിൽ വാദപ്രതിവാദവുമായി നമുക്ക് മുന്നോട്ട് പോകാം. ഇല്ല എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം സമയം വെറുതെ വേസ്റ്റ് ആക്കേണ്ടതുമില്ല. വാദപ്രതിവാദത്തിന് ഉണ്ട് എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ വാദമുണ്ട്, കരാറുണ്ട്. അതിന് പുറമെ നിങ്ങൾക്ക് അത് ഞാൻ പറഞ്ഞു തീരട്ടെ. അവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്പം കൂടി വിശ്രമിക്ക്, ഞാൻ പറയട്ടെ. അദ്ദേഹം തുടങ്ങുന്നു. അപ്പോ ഞങ്ങൾ കുറെ നേരം ഇരുന്നല്ലോ. അല്ല, അത് പറയണോ റഫീഖാസിനെ ഇതൊക്കെ പ്രത്യേകിച്ച് പറയണല്ലോ, പറയാതെ ഇരിക്കുമോ ഞാന്. അപ്പൊ ഏതായിരുന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വ്യക്തമാണ്. രണ്ട് സിറ്റിങ്ങുകൾ ഇവിടെ നടക്കുകയുണ്ടായി. വളരെയധികം പ്രായോഗികമായ 3 സിറ്റിങ്ങുകൾ പ്രായോഗികമായ രൂപത്തിൽ രണ്ടു കൂട്ടരും വളരെയധികം സൗഹാർദ്ദത്തോടെ ഇരുന്നു കൊണ്ട് ജില്ലാ നേതാക്കന്മാർ പങ്കെടുത്തുകൊണ്ട് തയ്യാറാക്കി അവര് വാദമെഴുതി ഏത് രൂപത്തിലായിരിക്കണം വ്യവസ്ഥ എന്ന് വരെ വ്യക്തമായി എഴുതി, അങ്ങനെ കരാറെഴുതി ഏകദേശമൊക്കെ ഉണ്ടാക്കി. ഇനി ഇവിടെ കൂടിയ നമ്മെ സംബന്ധിച്ചിടത്തോളം എത്ര പണ്ഡിതന്മാർ വേണം, എത്ര ആളുകൾ വേണം, ഏത് ദിവസം വേണം, എത്ര സമയം വേണം, അങ്ങനെയൊക്കെ തീരുമാനിക്കാൻ മാത്രം കൃത്യമായി ആലോചിച്ച്